ഹലോ, നമസ്കാരം. അതിമനോഹരമായ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് 14 കേട്ടോ. ഇന്നത്തെ ഒരു ക്ലൗഡി ഡേ ആണ്. വെതർ ഒരു 9 ഡിഗ്രി. ബട്ട് കാറ്റുള്ള കാരണം നമുക്ക് ജാക്കറ്റ് ഇട്ടേ പറ്റൂ. പക്ഷെ അതിമനോഹരമായ പൂക്കൾ. എനിക്ക് ഈ പൂക്കൾ എത്ര കണ്ടാലും മതിയാവരില്ല കേട്ടോ. അത്ര രസം. എന്ത് ഭംഗി. ഈ പൂവിനൊക്കെ പേരുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓരോ ഫ്ലവറിനും പേരുള്ളോണം പേരുണ്ട്. പക്ഷെ എനിക്ക് ഇതിൻ്റെ പേരറിയത്തില്ല, ഞാൻ മറന്നുപോയി. ഇതാ ഇപ്പം എവിടെയും സമ്മർ സ്റ്റാർട്ട് ചെയ്ത കാരണം എവിടെയും ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ടൂളിപ്പ്. അങ്ങേ സൈഡിലാണെങ്കിൽ നമുക്കത് പോയി പിന്നെ കാണാം കേട്ടോ. സെൻട്രമാണ് നോർവേയിലെ ഒരു ബർഗൻ്റെ ഒരു മെയിൻ ഏരിയ ഉണ്ട്. ഇത് അവിടെ അങ്ങേറ്റത്തുണ്ട്. അവിടെ ടൂളിപ്പ് വിരിഞ്ഞേക്കുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇവിടെ ഷോപ്പ് പോലും ക്ലോസ്ഡ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം ഞാനൊരു നോർവേജിനോട് ഇന്ന് ഹോളിഡേ എന്ന് വെച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് ജീസസ് ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റിട്ട് ഭൂമിയിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഈസ്റ്ററിൻ്റെ പെസക വേടത്തിൻ്റെ അന്ന് ജീസസ് ക്രൈസ്റ്റിനെ ഫുഡൊക്കെ എടുത്ത് കില്ല് ചെയ്യുമല്ലോ. അതിനുശേഷം ക്രൈസ്റ്റ് നേരെ പോയിട്ട് പിന്നെ സൺഡേ ഉയർത്തെഴുന്നേൽക്കും ഈസ്റ്ററിൻ്റെ അന്ന്. അതിനുശേഷം ഈ ക്രൈസ്റ്റ് ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ്. ക്ലൗഡി ആയിരുന്നു, നല്ല കിട്ടുന്നുണ്ടോ ഫ്ലവേഴ്സ്. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ ദിവസമാണ്. ഇത്രയും നാൾ അതിനുശേഷം ഈസ്റ്ററിന് ശേഷം ഇന്ന് വരെയും ഈ ക്രൈസ്റ്റ് ഭൂമിയിലുണ്ട്. ഭൂമിയിൽ നിന്ന് ഇന്നത്തെ ദിവസമാണ് ക്രൈസ്റ്റ് സ്വർഗത്തിലേക്ക് പോകുന്നത്. സോ അതുകൊണ്ടാണ് ഇന്ന് എല്ലാം ക്ലോസ്ഡ്. ഇവിടെ എല്ലാം ഒന്ന് ക്ലോസ്ഡ് ആണ്. ഞാൻ ഷോപ്പിൽ നോക്കിയപ്പോൾ ഷോപ്പ് ഓൾസോ ക്ലോസ്ഡ്. ടുമോറോയും ക്ലോസ്ഡ് ആണ്. എന്താണെന്നറിയില്ല, നാളെ അവധി. ഇതിൻ്റെ റിലേറ്റഡ് ആണോ അതെയോ മെയ് 17 ഇവിടുത്തെ നാഷണൽ ഡേ ആണ്. സൈന്തമെയ് എന്നാണ് വരുന്നത്, സൈത്തമെയ്. അപ്പോൾ ബണഹകളിലൊക്കെ ഭയങ്കരമായ ആഘോഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ പൊന്നപ്പൻ്റെ സ്കൂളിലൊക്കെ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. നമ്മൾ അന്നത്തെ ദിവസത്തൊക്കെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. ഇവിടെയൊക്കെ കുറേ ടൂളിപ്പൊക്കെ വിരിഞ്ഞ് വരുന്നുള്ളൂ. ചെറിയ പ്ലാന്റ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ബർഗൻ കോൺസ്റ്റോൾ ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങുകളാണ്. ആൾക്കാരൊക്കെ നിറയെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കാണാൻ തന്നെ എന്ത് രസമല്ലേ ഈ പൂവ്. പക്ഷെ ഇത് ചില സ്ഥലത്തൊക്കെ വിരിഞ്ഞിട്ട് പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോയിട്ടോ. കഴിഞ്ഞിട്ടുള്ള വലിയൊരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നോർവീജിയൻ ആദ്യ കുർബാന സ്വീകരണം. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നത് നമ്മൾ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകണം ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ നമ്മളെ നല്ല വാട്ടർ ഫൗണ്ടനൊക്കെ വീടുകളുണ്ടോ. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ ഒക്കെ റോഡുണ്ട് കേട്ടോ. നല്ല യെല്ലോയിഷ് ആയിട്ട് യെല്ലോ കളറ് ടൂളിപ്പിനെ കണ്ടോ. ടൂളിപ്പ് ഇങ്ങനെ പ്രത്യേക ഡിസൈനിൽ ഇവിടെയൊക്കെ ഇങ്ങനെ. ഇത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയിലൊക്കെ ഉണ്ട്. അയാൾ ഇതിലൊക്കെ നടന്നെടുത്തിട്ടുണ്ട്. ടൂളിപ്പ് ആദ്യമൊക്കെ ആ സിനിമയിലൊക്കെ നമ്മൾ കാശ്മീരിലെ ടൂളിപ്പ് കണ്ടപ്പോൾ നേരിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. നേരിൽ കണ്ടു, തൊട്ടു. ടൂളിപ്പ് നമ്മൾ താമസിക്കുന്ന വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം അത് പറിച്ചു, ഫ്ലവർ വേസിലൊക്കെ വെച്ചു. രസം. ഇവിടെയാണെങ്കിൽ വൈറ്റ് കളർ ടൂളിപ്പ്. ഈ നിൽക്കുന്നതെല്ലാം വൈറ്റ് കളർ ടൂളിപ്പാട്ടോ. ഇവിടെ എന്തൊക്കെയോ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊന്നും പൂവായിട്ടില്ല കേട്ടോ. കണ്ടിട്ടും മതിയാവത്തോളം പൂക്കളാട്ടോ. പല വെറൈറ്റി. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. സൂപ്പർ സൂപ്പർ സൂപ്പർ. മണത്തോക്കട്ടെ. നോക്കിയേ, നല്ല പിങ്ക്. ഈ കളർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരും തന്നെ ഉണ്ടാവില്ല. അതുപോലത്തെ മനോഹരമായ ഫ്ലവർ. ഇതൊരു വെറൈറ്റി ചെടിയാട്ടോ. ഇത് യെല്ലോ. ഈ ചില ചെറിയ നാമ്പായിട്ടുള്ള കളറായിരുന്നു ഈ ഫ്ലവർ കാണാൻ പറ്റില്ല. ഇലകൾ പോലെ തന്നെ. ഇത് വേറൊരു ഫ്ലവർ, പിങ്ക്. അങ്ങനെ ഒത്തിരി. ഈ കാണുന്ന ബിൽഡിങ് ഇവിടുത്തെ വലിയ ലൈബ്രറി ഉണ്ടോ. ലൈബ്രറിക്ക് നോർവീജിയനിൽ പറയുന്ന ബിബ്ലിയോടെക് എന്നാണ്. 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്.
നമുക്ക് പുസ്തകമൊക്കെ എടുക്കാം. ഓൾറെഡി ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് ബുക്കൊക്കെ എടുക്കാൻ പറ്റും, പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ട്. ഇത് വൈറ്റ് കളറ്, വയലറ്റ്, ഇതിന് പല പല ഷെയ്ഡ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വർഷങ്ങൾ കുറേ പഴക്കമുള്ളൊരു ചർച്ചാണ്. നമ്മൾ ഫങ്ഷന് പോകുന്ന ചർച്ച് ഇതാണേ. എൻ്റെ ഫ്രണ്ട് പിന്നെ കാണിക്കാം. ഇവിടെ ട്രഡീഷണലായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. പള്ളി ഇങ്ങനെ നിൽക്കുകയാണേ. ഇതേ നോർവീജിയൻ ഡ്രസ്സിൽ ഇപ്പോൾ ആൾക്കാർ ഇതൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അങ്ങേ വഴിയിലൂടെ അകത്തേക്ക് നോക്കണത്. നോർവീജിയൻ ഡ്രസ്സ് ഇട്ട ആൾക്കാർ, ഇവിടുത്തെ ഫങ്ഷനൊക്കെ ആൾക്കാർ നോർവീജിയൻ ട്രഡീഷണൽ ഡ്രസ്സാണ് കണ്ട. എല്ലാവരും വിയർ ചെയ്തേക്കുന്ന ഡ്രസ്സുകളൊക്കെ നോക്കി ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ഒരു പേപ്പർ തന്നിട്ടുണ്ട്. നമുക്കിനൊക്കെ വരുമ്പോൾ നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സിലൊക്കെ ഇട്ട് Velkommen til konfirmasjonsgudstjeneste her i Bergen domkirke. I dag er det 25 konfirmanter som skal konfirmeres, og vi vil gratulere. Dere har alle fått utdelt et program med tekst på de salmene som vi synger. Snart begynner vi se stille for Gud. Send din ånd og gjør oss åpne for det du vil gi oss. I det 30. kapittel. Må Kristus ved troen bo i deres hjerter. Du som har levd i vår verden og vet hvordan det er å oppleve svik, sorg, vold og mørke. Du som har vist den gode gjerning i henne. Det er du som skaper håpet jeg har inni meg. Det er du som vet om alt det som jeg innerst inne vil. For du vet akkurat hvordan
പ്രോഗ്രാം സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോന്നു. പൊന്നപ്പം ഉറങ്ങി. പിന്നെ 12 മണിയാവാൻ പോണ ഒരു ക്ലോക്ക്, അത് എപ്പോഴും വർക്ക് ചെയ്യണ ക്ലോക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി. എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം ഞങ്ങളിനി ബസ് കയറി വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. ചെറിയ ചാറ്റൽ മഴയുണ്ട്.